ശ്രീമദ് ഭാഗവതം ക്ലാസ് 52. നമ്മൾ മൂന്നാമത്തെ സ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായമായ കർദമ ദേവാഹൂതിമാരുടെ സ്വച്ഛന്ദ വിഹാരം, അതായത് വിവാഹശേഷമുള്ളവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നിലെ മൈത്രേയൻ പറയുകയാണ്, അച്ഛനമ്മമാർ അവളെയും ദേവാഹൂതിനെയും കർദമൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവരങ്ങ് പോയി. പിന്നെ അതിന് ശേഷം ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവളും നിപുണയുമായ ദേവാഹൂതി പാർവതി ശിവനെ പരിപാലിച്ച പോലെ നാൾ തോറും പരിചരിച്ചു എന്നാണ് പറയുന്നത്. പാർവതി ശിവനെ എങ്ങനെയാണോ പരിചരിച്ചത് അതുപോലെ ഇവളും ഭർത്താവിനെ പരിചരിച്ചു. ഇത് 2:3 പറയുകയാണ്, വിശ്വാസത്തോടും ആദരവോടും മനസ്സൊതുക്കത്തോടും കൂടി കാമം, കപട, കോപ, അത്യാഗ്രഹാദികളിൽ ഉപേക്ഷിച്ച്, അപ്പൊ കാമത്തോടെയല്ല സമീപിച്ചത്, അവൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ജാഗരൂകയായിക്കൊണ്ട് നാൾക്കുനാൾ ആ മഹാ തേജസ്വിയെ സന്തോഷിപ്പിച്ചു. ആ തേജസ്സിക്ക് എന്തെല്ലാമാണോ വേണ്ടത് ആ തരത്തിലാണ് പരിപാലിച്ചത്, കാമചിന്തയോടുകൂടിയല്ല. അപ്പോൾ ഇത് ഒരു മുനിയാണ്. അപ്പം മുനി എന്ന് പറയുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരത്തെ പറ്റി ചിന്തിക്കുന്ന എല്ലാം വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ളവര് എല്ലാ കർമ്മവും ബ്രഹ്മത്തിന് വേണ്ടിയാണ് ചെയ്യുക, തനിക്ക് വേണ്ടിയല്ല. മുമ്പ് വേദവ്യാസൻ അംബികാംബാലികയിലെല്ലാം വന്നിട്ട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് പോയിട്ടില്ല. അതുപോലെ കാമത്തിനടിമപ്പെട്ടല്ല. അപ്പോൾ ഇവളും ആ തരത്തിലല്ല സമീപിച്ചിരിക്കുന്ന. ഈ സമയത്ത് കല്യാണമല്ല, ആ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഭാര്യ ഭർത്താക്കന്മാരായതിൻ്റെ ശേഷം അത്തരത്തിലാണ് അദ്ദേഹത്തെ പരിചരിച്ചത്. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയാണ്. എന്തെല്ലാം വേണ്ടത് അങ്ങനെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. 4:5 പറയുന്ന അനുസരണയോടുകൂടി ഭർത്താവിനിൽ വലിയ അനുഗ്രഹം കാക്ഷിച്ചുകൊണ്ടും കാലം കൊണ്ട് തന്നെ ക്ഷീണിപ്പിച്ചതും, ഭർത്താവിനെ പരിപാലിച്ചിട്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് അവൾ. അത്രയും സ്വന്തം ശരീരം തന്നെ മറന്നുകൊണ്ട് പരിചരിക്കുകയാണ്. ആ മുനിയോട് അനുകമ്പയും പ്രേമവും നിമിത്തം ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഇടറിയ വാക്കുകളാൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണ് പറഞ്ഞെന്ന് നോക്കാം. 6 പറയണം, അല്ലയോ ഭവതി, എന്നിൽ അഭിമാനം തോന്നുന്ന പരിചരണത്താലും, എനിക്ക് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള പരിചരണമാണ് നീ ചെയ്തിരിക്കുന്നത്. ഉത്കൃഷ്ടമായ ഭക്തിയോടും പരിചരിച്ചുകൊണ്ട് ഞാനിന്ന് സന്തോഷനായിരിക്കുകയാണ്. അവനവൻ്റെ ശരീരം ചിന്തിക്കാതെ, നീ നിന്റെ ശരീരം പോലും ചിന്തിക്കാതെയാണ് എനിക്കായിക്കൊണ്ട് നിന്റെ ശരീരത്തെ ക്ഷയിപ്പിച്ചിരിക്കുന്നത്. 7 പറയുന്നു, സ്വധർമ്മത്തിൽ മുഴുകിയ എൻ്റെ തപസ്, ധ്യാനം, ഉപാസന എന്നിവയാൽ നേടിയ ഭഗവാന്റെ ദിവ്യഭോഗങ്ങൾ ഞാൻ എന്നിലൂടെ നേടിയ, എന്തിലൂടെ? തപസ്സിലൂടെ, ഉപാസനയിലൂടെയെല്ലാം ഞാൻ ഭഗവാന്റെ കുറെ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. ആ ദിവ്യമായ ഭോഗങ്ങൾ എന്തെല്ലാമാണോ അവയെ ദർശിച്ചു കൊള്ളുക. അദ്ദേഹം കുറെ കാര്യങ്ങളെല്ലാം നേടിയിട്ടുണ്ട്, അതെല്ലാം നീ അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുകയാണ്. അതായത് ഇനിയാണ് ദാമ്പത്യത്തിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഇത്രയുള്ള ദിവ്യമായ പ്രവർത്തനങ്ങളുടെ ഭഗവാന്റെ കൃപ കൊണ്ട് അതും വിധിച്ചിട്ടുണ്ട്. ഭോഗസുഖം അനുഭവിക്കാനുള്ള കാര്യം വിധിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിലൂടെ വേണം കുട്ടികൾ ഉണ്ടാകാൻ. അതുകൊണ്ട് അത് നീ കണ്ടുകൊള്ളുക എന്ന് പറയുകയാണ്.
ഇനി 8 പറയാണ്, ഇതിനെക്കാട്ടിയും വലിയൊരു അനുഗ്രഹം, ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ഈ അനുഗ്രഹം വേറെ ഒന്നും തന്നെയില്ല. എന്നിട്ട് പറയുകയാണ്, ഉഗ്രമായ അടിവെച്ച് നീങ്ങുന്ന കാലമാകുന്ന ഭഗവാന്റെ പുരികക്കൊടിയാൽ നിഷ്പ്രഭമായ മനോരാജ്യത്തോടു കൂടിയതാണ് അവ. അപ്പൊ സാധാരണ മനുഷ്യരുടെ ആ നിലയിലുള്ളതല്ല. ഇത് ഭഗവാന്റെ ഇച്ഛയാൽ നടക്കാൻ പോകുന്ന ഒരു ബന്ധമാണ്. അത് സാധാരണ പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള തരത്തിലുള്ള ഒന്ന് അല്ല. കാരണം ഭവതി ഇപ്പോൾ സിദ്ധയാണ്. ഇദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരത്തിലെല്ലാം മുഴുകിയിരിക്കുന്ന ഒരു ദിവ്യനാണ്. ഭവതി എന്തായി മാറിയിട്ടുണ്ട്? ഒരു സിദ്ധയായിട്ട് മാറിയിട്ടുണ്ട്. മനുഷ്യരാൽ ദുഷ്പ്രാപ്യമായ അലൗകികങ്ങളുമായ സ്വന്തം പതിവ്രതാധർമ്മത്താൽ സംസിദ്ധമായ ഭോഗസുഖങ്ങൾ അനുഭവിക്കുക. ഇപ്പൊ ഇവിടെ അനുഭവിക്കാൻ പോകുന്ന ഭോഗസുഖങ്ങൾ സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്ന തരത്തിലുള്ളതല്ല. അലൗകികമായ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭഗവത് നിശ്ചയത്തോടു കൂടി നടക്കുന്ന ഭോഗസുഖങ്ങളാണ് നീ അനുഭവിക്കാൻ പോകുന്നത്. കാരണം നീ ഒരു സിദ്ധയായിരിക്കുകയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഇതൊന്നും മനുഷ്യരല്ല. മനുഷ്യരിവിടെ ഉണ്ടായിട്ടില്ല. കാരണം ബ്രഹ്മം ആദ്യം ഒരു ഭൂമിയെല്ലാം സൃഷ്ടിച്ചിട്ട് ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുവിനെ ഭൂമിയിൽ സൃഷ്ടി നടത്തുവാൻ വേണ്ടി അവിടുത്തെ രാജാവാക്കിയത്. അപ്പം മനു എന്നത് ഒരു ബലമായിട്ട് കാണണം. കാരണം മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ല. അതിന് മുമ്പിൽ കുറേ ബലങ്ങളുണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ ബലങ്ങൾ. ഏതുപോലെ എന്നാൽ നമ്മളൊരു വീട് പണിയുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ പ്ലാന് വീടൊന്നും ആവില്ല. അപ്പം പ്ലാന് നടപ്പാക്കാൻ എൻ്റെ ഉടമയുണ്ടാവും. ഉടമ ഒരു എഞ്ചിനീയർ വെക്കും. എഞ്ചിനീയർ പിന്നെ ഒരു മേസ്ത്രീനെ കല്ലിൻ്റെ പണിക്കെല്ലാം വെക്കും. പിന്നെ കാർപ്പൻറ്റർ വെക്കും, മരത്തിൻ്റെ പണി ചെയ്യുക. ഇലക്ട്രീഷ്യനെ വേറെ വെക്കും. പ്ലംബർമാരെ ഒരാളെ വിളിച്ചിട്ട് അതിൻ്റെ ചുമതല ഏൽപ്പിക്കും. അപ്പോൾ ഇതിനെല്ലാം ഏകോപിപ്പിക്കാനുള്ള കുറേ ബലങ്ങളുണ്ട്. അതുപോലെ സൃഷ്ടി നടത്തുമ്പോഴും ഒരു പ്ലാനുണ്ട്, പ്രപഞ്ചം എങ്ങനെയെല്ലാം പോകണമെന്ന്. പക്ഷേ അതിനെയെല്ലാം ഏകോപിപ്പിക്കാനുള്ള പലതരം ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളാണ് ഇവിടെ മനുവായിട്ടും മനുവിൽ നിന്ന്, മനുവാണ് ഇതിൻ്റെ മേജർ, അതായത് ഉടമ എന്ന് വേണ്ടി പറയാം. അതിനുശേഷം പിന്നെ എഞ്ചിനീയർ. ആ തരത്തിൽ കർദമനും ദേവാഹൂതിയും തമ്മിൽ അവരെ ഏൽപ്പിച്ചിട്ട് അവരിലൂടെ 9 പുത്രിമാരെ ജനിപ്പിച്ചിട്ട് അവരിലൂടെയെല്ലാം ഇനി പ്രപഞ്ച സൃഷ്ടി നടത്താൻ പോകുന്നത്. പ്രപഞ്ചത്തിലെ ഭൂമിയിലെ സൃഷ്ടികൾ, ചെടികളും മരങ്ങളും മൃഗങ്ങളും എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് അവരിലൂടെയാണ്. അപ്പം ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ബലങ്ങളാണ്. അപ്പം ബലങ്ങൾ തമ്മിൽ ചേരുന്നതിന് ആണും പെണ്ണുമുണ്ട്, ദ്വയമുണ്ട്. നമുക്കറിയാലോ, ആറ്റങ്ങളിൽ ഇലക്ട്രോൺ പെണ്ണാണ്, ന്യൂക്ലിയസ് പോസിറ്റീവ് പുരുഷനാണ്. അപ്പം ഇവർ തമ്മിൽ പ്രേമമുണ്ട്. അത് തമ്മിൽ ചുറ്റിയിട്ടാണ് പിന്നെ അത് കൂടി ചേർന്നിട്ടാണ് കുട്ടികളായിട്ട് പല വസ്തുക്കൾ ഉണ്ടാകുന്നത്. പക്ഷെ അതൊന്നും നമ്മളെ തരത്തിലുള്ള വികാരം, മറ്റേ കാമ, ആ തരത്തിലുള്ള ആ തരത്തിലൊന്നും അല്ല. മനുഷ്യരിലാണ് പ്രേമം, അതിൻ്റെ വികാരം, ലൈംഗികപരമായി ഇത്തരം എല്ലാം കാണുന്നത്. പക്ഷേ ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ പ്രോട്ടോണും തമ്മിൽ അങ്ങനെയൊന്നുമില്ല. മരം ചുറ്റി പ്രേമമൊന്നുമില്ല. അത് ചുറ്റുന്നുണ്ടെങ്കിൽ അതൊരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വേണമെങ്കിൽ പ്രേമം എന്നെല്ലാം പറയാം. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്. മനുഷ്യർ കാണിക്കുന്ന വഴിയൊന്നും അത് കാണിക്കില്ല. അപ്പം ഈ ബലങ്ങളും അതുകൊണ്ടാണ് മനുഷ്യർ ഇതുവരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു എന്ന് പറഞ്ഞു വെച്ചത്. ഇതിന് ആ തരത്തിലേ കാണാൻ പാടുള്ളൂ. അപ്പം 2 ശക്തികളുണ്ട്. മെയിലും ഫീമെയിലായിട്ടുള്ള 2 ബലങ്ങളുണ്ട്. ആ ബലങ്ങൾ ചേർന്നിട്ടാണ് ദ്വയമായിട്ട് തന്നെയാണ് സൃഷ്ടി പോകുന്നത്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തികളായിട്ട് ഇവരെയും ഇവരിൽ നിന്നുണ്ടായ കുട്ടികളെയും കാണണം. എന്നിട്ട് 9 ഇനി 9 പറയുകയാണ്, സകല ലോകമായകളിലും ഉപാസനകളിലും നിപുണനായി
ഇപ്രകാരം പറയുന്ന ഭർത്താവിനെ കണ്ട്, ഇപ്പം ഭർത്താവായ കർദമൻ സകല ലോകമായകളിലും നിപുണനാണ്. മായയാലാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നത്. ആ രഹസ്യം മുഴുവൻ അങ്ങേർക്കറിയാം. ഉപാസനകളെ പറ്റിയെല്ലാം അദ്ദേഹത്തിന് അറിയാം. അതിലെല്ലാം നിപുണനായിരിക്കുന്ന ആ ഭർത്താവ് ഇപ്രകാരം പറയുന്നതെല്ലാം കേട്ടപ്പോൾ ദേവാഭൂതി പറയുകയാണ്, ആദി വെട്ടൊഴിഞ്ഞ്, അവളുടെ ആദിയെല്ലാം വിട്ടൊഴിഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അവൾക്കുള്ള ആദിയെല്ലാം അങ്ങ് മാറി, ആദ്യം മാറി. എന്നിട്ട് ലജ്ജയാലും മന്ദസ്മിതത്താലും വിനയത്താലും പ്രേമത്തോടുകൂടിയും അവൾ പറഞ്ഞു, അദ്ദേഹത്തോട് ഇത്തരത്തിൽ പറഞ്ഞു. ഏത്? ഇനി 10 പറയുന്നു. അവൾ പറയാണ്, ഈ പറഞ്ഞതെല്ലാം കേട്ടതിൽ സന്തോഷം. എല്ലാ സകലമായ യോഗമായുടെ അതീശത്വം ഉള്ള അങ്ങയിൽ എല്ലാം സംസിദ്ധമായിരിക്കുന്നു. ഈ കാര്യങ്ങളിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങൾ എല്ലാം അങ്ങേർക്കറിയാം. അങ്ങയിൽ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് ഞാനതറിയുന്നു. അങ്ങയുടെ ഈ അവസ്ഥ ഏതവസ്ഥയിലാണ് അങ്ങുള്ളത് എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഒരു സാധാരണ മനുഷ്യൻ്റെ രൂപത്തിലല്ല, എല്ലാ രഹസ്യം, പ്രപഞ്ച രഹസ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം അങ്ങിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഒരിക്കൽ ശരീരസ്പർശം ആകാമെന്നുള്ള യാതൊരു കരാറ് അങ്ങയാൽ ചൊല്ലപ്പെട്ടുവോ? അപ്പോൾ പണ്ട് മനു വന്നിട്ട് ഇവിടെ ഏൽപ്പിച്ചപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ധർമ്മം നിർവഹിക്കും, ശരീരസ്പർശലാകാം ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആകെ തപസ്സിന് പോകുന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ശരീരസ്പർശമാകാമെന്നുള്ള യാതൊരു കരാറിൽ അങ്ങ് പറഞ്ഞുവോ, അത് ഉണ്ടാകട്ടെ. അപ്പൊ ശരീരസ്പർശം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരിക്കൽ ആ ബന്ധത്തിലൂടെയാണ് കുട്ടികൾ ഉണ്ടാകേണ്ടത്. അപ്പൊ അത് വഴിപ്രകാരം നടക്കട്ടെ അന്ന് പറഞ്ഞ കാര്യമാണ്. മഹത്തായ പുരുഷന്മാരുടെ ഉത്തമ സ്ത്രീകൾക്കുണ്ടാകുന്ന പുത്രന്മാരുടെ ജനനം നല്ല കാര്യമാണ്. അപ്പോൾ ഇത്രയും മഹത്തായ പുരുഷന്മാരിൽ നിന്ന് ഉത്തമമായ സ്ത്രീകളിലൂടെ കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല കുട്ടികൾ ജനിക്കും. അതുകൊണ്ട് അത് നടക്കണം. ഇവിടെ പറയുകയാണ്. ഇനി 11 അല്ല നാഥ, അതുകൊണ്ട് അതിനാൽ വേണ്ടതായ ഒരുക്കം കാമശാസ്ത്രമനുസരിച്ച് ഏർപ്പെടുത്തിയാൽ. അതുകൊണ്ട് അത്തരമൊരു ശരീരബന്ധത്തിന് കാമശാസ്ത്രത്തിൻ്റെ തത്വത്തിൽ പറയുക, എല്ലാം വേദങ്ങളിൽ പറഞ്ഞ ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടത് എന്താണെന്ന് അങ്ങേര് ചെയ്താൽ, അമിതമായ ഇച്ഛയാൽ എനിക്കതിനുള്ള ഇച്ഛയുണ്ട്, രതിക്രിയയിലുള്ള ഇച്ഛയുണ്ട്. പക്ഷേ എൻ്റെ ശരീരം എങ്ങനെയാണ്? ചടപ്പിക്കപ്പെട്ടതും ദുർബലവുമായിരിക്കുന്ന ഈ ശരീരം രതിക്രിയക്ക് സാധിക്കുമാറാക്കണം. പക്ഷെ ഞാൻ പരിചരിച്ചിട്ടുള്ള ആകെ ക്ഷീണിച്ചിട്ട് ഒരുമാതിരി, ഒന്നും വസ്ത്രധാരണം ഒന്നുമല്ല, എല്ലാം പൊടി പിടിച്ച് അങ്ങനെ ഒരുമാതിരി ആണ് ഉള്ളത്. പരിചരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഒരു ശരീരബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ കാമശാസ്ത്ര തത്വപ്രകാരം തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത്. വേദങ്ങൾ നിർദ്ദേശിച്ച വഴിയിലൂടെ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങ് ഉറപ്പിച്ചതാണ്, അങ്ങ് പറഞ്ഞു തന്നെയാണ് ശാരീരികമായ ഒരു ബന്ധം ഉണ്ടാകും, അതിലൂടെ കുട്ടികൾ ജനിക്കും, പിന്നെ ഞാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുക. അപ്പം അതിനുള്ള അവസരം ഒരുക്കുക. അതിനെന്ത് വേണം? അതിനായി ഒരു വസതിയെ കണ്ടെത്തിയാൽ അതിന് വേണ്ട ഒരു വീടും വേണം. അതിന് താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം. കാരണം എവിടെ നിന്നും വെച്ചായാൽ പോരല്ലോ. നമ്മളിപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഹണിമൂൺ ആഘോഷിക്കാൻ ഇന്നിടത്തെല്ലാം പോകുന്നെല്ലാം പറയുന്നില്ല. അതുപോലെ ഉള്ള കാര്യം, അതിനുള്ള ഒരു നല്ലൊരു കെട്ടിടമെല്ലാം വേണം, അതെല്ലാം ഒരുക്കണം എന്ന് അവൾ പറയുകയാണ്. ഇതിൻ്റെ 12 മൈത്രേയം പറയുകയാണ്, ഭാര്യയുടെ ആഗ്രഹം മനസ്സിലാക്കിയ കർദമൻ
യോഗബലത്താൽ ഒരു വ്യോമായന മന്ദിരത്തെ ആവിർഭവിപ്പിച്ചു. ഒരു വിമാനത്തെയാണ് ഈ മധുവിധുവിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിമാനം. അതായത് ഇതെല്ലാം ബഹിരാകാശത്ത് വെച്ചാണ് നടക്കുന്നത്, ഈ ബലങ്ങളെല്ലാം. അല്ലാതെ ഇവിടെ ഭൂമിയിൽ വെച്ചിട്ട് പുരുഷന്മാരും സ്ത്രീകളുമാരിയല്ല ഉള്ളത്. ബലങ്ങൾ എവിടെയാണ് ഉള്ളത്? അവിടെ. അവ തമ്മിൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി. കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം. ഇപ്പോൾ ആറ്റങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇലക്ട്രോണും പ്രോട്ടോണും പ്രേമമാവുന്നു, അത് ഒരാറ്റമായി മാറുന്നു. ആറ്റമായിട്ട് വേറൊരു ആറ്റമായിട്ട് കൂടിച്ചേരുമ്പോൾ ഈ ഇലക്ട്രോണും വേറെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ വസ്തുക്കളായിട്ട്, അതായത് മക്കളായിട്ട് മാറുന്നു. പിന്നെ ഈ പ്രേമെല്ലാം തീർന്നു. അതിൽ ഒരിക്കേ ഉള്ളൂ. അതുപോലെ ഈ ബലങ്ങൾ കൂടിച്ചേരുന്നത്, പുതിയ ബലങ്ങളായി മാറുന്നത് ഒരിക്കൽ മാത്രമേ കൂടിച്ചേരുള്ളൂ. അത് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും വേറെ ബലങ്ങൾ വരും. പിന്നെ ആ ബലങ്ങളാണ് മനുഷ്യ സൃഷ്ടിയെല്ലാം നടത്താൻ പോകുന്നത്. അപ്പൊ അതിനുള്ള കഥയിൽ വരുമ്പോൾ ഇത് ഇങ്ങനെയെല്ലാം വർണ്ണിക്കും. കഥയിൽ കഥാപാത്രങ്ങളാകും വർണ്ണിക്കും. പക്ഷെ ഇതെല്ലാം ബലങ്ങളായിട്ട് കാണണം. പിന്നിൽ നിന്ന് പ്രേരിപ്പിക്കുന്ന ശക്തികളാണ്. ഏത് കർമ്മത്തും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അദൃശ്യമായ ചില ബലങ്ങളുണ്ട്. ആ ബലങ്ങളായിട്ട് ഇതിനെ കാണണം. അപ്പോൾ അതുകൊണ്ടാണ് ആകാശത്ത് വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത്, അല്ല ഭൂമിയിൽ വെച്ചല്ല. സൃഷ്ടിയെല്ലാം ഭൂമിയിലാണ്. ഇതിപ്പോൾ ആകാശത്ത് കിടക്കുന്നേ ഉള്ളൂ ആ ബലങ്ങൾ. ഇതിൽ 13 പറയുകയാണ്, ആ വിമാനം എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നവയും എല്ലാ രത്നങ്ങളോടും കൂടിയവയും എല്ലാം സമൃദ്ധിയോട് കൂടിയവയും വളരെ അലങ്കൃതവും ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വിമാനമാണ് ഉണ്ടാക്കിയത്. എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നത്. എന്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ നിറവേറ്റി തരും. എല്ലാം ഉള്ള, എന്ത് സൗഭാഗ്യങ്ങളും ഉള്ളതെല്ലാം ആ വിമാനത്തിൽ. രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്, കൊടിക്കൂറകളുണ്ട്, സമൃദ്ധിയാണ്, എന്തും വേണ്ടതല്ല ഇതിനകത്തുണ്ട്, അലങ്കൃതമാണ്. 14 പറയാണ്, വിശിഷ്ടമായ ഗൃഹോപകരണങ്ങൾ, വേണ്ട ഗൃഹത്തിൽ വേണ്ട എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ അകത്തുണ്ട്. പിന്നെയോ എല്ലാ കാലത്തും സുഖം തരുന്ന പട്ടുനാടകളും കൊടിക്കൂറകളുമായിട്ട് അലങ്കൃതമായിട്ടുള്ളതാണത്. 15 പറയുന്നു, നാനാവിധ പുഷ്പങ്ങളും വണ്ടുകളും, മൂളുന്ന വണ്ടുകളെല്ലാം ഇതിൻ്റെ പരിസരത്തുണ്ട്. ഇനി എന്തുണ്ട്? വിവിധ വസ്ത്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിവയാലെല്ലാം അലങ്കരിച്ചിട്ട്, എല്ലാം അലങ്കരിച്ചിട്ടാണുള്ളത്. 16 മേൽക്കുമേൽ കെട്ടിയുണ്ടാക്കിയ ഗ്രഹങ്ങൾ, ഇങ്ങനെ അട്ടിയട്ടിയായിട്ട് ആ വിമാനത്തിൽ ഗ്രഹങ്ങൾ കെട്ടി വെച്ചിട്ടുണ്ട്. വെവ്വേറെ ശയ്യകൾ, പലതരം ശയ്യകൾ കിടക്കാനുള്ള വ്യത്യസ്തതരമായത്, കട്ടിലുകൾ, പങ്കകളെല്ലാം ഉണ്ട്. നല്ല ഫാനെല്ലാം ഉണ്ട് അവിടെ. ഇങ്ങനെ വീശലൊന്നുമല്ല, അന്ന് ഫാനെല്ലാം അവിടെ ഉണ്ട്. ഇവർക്കറിയാത്ത കാര്യങ്ങളില്ല. ഇരിപ്പിടങ്ങൾ എന്നിവ. 17 വിവിധതരം ശില്പരചനകൾ, കൊത്തുപണികളെല്ലാം, ശില്പകലാരൂപങ്ങൾ ചുമരുമെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. മരതക രത്നം പതിച്ച തറയെല്ലാം മരതക രത്നം വെച്ച് പതിച്ചതാണ്. പവിഴത്തറ, പവിഴയെല്ലാം പതിച്ചിട്ടുള്ള തറകളാണ്. 18 പറയുന്നത്, പവിഴം കൊണ്ടുള്ള പതിപ്പിച്ചിട്ടുള്ള ഉമ്മറപ്പടി, വജ്രം പതിപ്പിച്ചിട്ടുള്ള കതകുകൾ, 19 വജ്രം പതിപ്പിച്ച ഭിത്തികളെല്ലാം ഉള്ളത്. വാതായനങ്ങളുണ്ട്, പത്മരാഗ രത്നങ്ങളെല്ലാം പതിച്ച. ബഹിർ, അകത്ത് കയറുന്ന വഴി അങ്ങനെ അലങ്കരിച്ചിട്ടത്. ബഹിർ ദ്വാരങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള രത്നങ്ങളെല്ലാം പതിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ 20 അരയണം, മാടപ്രാവ് മുതലായവയെല്ലാം കൊത്തു പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അരയണ്ണത്തിൻ്റെയും മാടപ്രാവിൻ്റെയും അല്ല, അതെല്ലാം ഇങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിയായ മാടപ്രാവല്ല. അതായത് ചിത്രകല, എല്ലാതരം കലയെ കൊണ്ടും അലങ്കരിച്ചതാണ് ആ സ്ഥലം. പിന്നെയോ സുഖ സൗകര്യങ്ങൾക്കനുസരിച്ച കളിസ്ഥലങ്ങളുണ്ട്. വേണമെങ്കിൽ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. കിടപ്പും മുറിയുണ്ട്.
സുഖഭോഗ സ്ഥലങ്ങളുണ്ട്. സുഖഭോഗത്തിന് വേണ്ടി അത്തരം സ്ഥലങ്ങളുണ്ടല്ലോ. അത് ഉമ്മറപ്പൂമുറ്റം, പുറംമുറ്റം എന്നിവയുള്ള ആ വിമാനമന്ദിരം കർദമന് കൂടി അത്ഭുതമായി തോന്നി, വിസ്മയമായിട്ട് തോന്നി. ഇതെല്ലാം ഭഗവാന്റെ ഒരു ഇതുകൊണ്ട് കിട്ടിയതാണ്. ഇനി 22 ഈ വിമാനയാനത്തെ അത് സന്തുഷ്ടമല്ലാത്ത നിലയിൽ നോക്കി നിൽക്കുന്ന പത്നിയോട് കർദമൻ പറഞ്ഞു. ഇതെല്ലാം നല്ല സുന്ദരമായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു വലിയ സന്തോഷത്തോടു കൂടിയതൊന്നുമല്ല അവൾ നിൽക്കുന്നത്. കാരണം അവളെന്താണ്, ഒരുമാതിരി ജോലിയെല്ലാം ചെയ്ത് ഒരുമാതിരി വല്ലാത്ത അസ്വസ്ഥയായിട്ട് ഇതിനെല്ലാം പറ്റിയ സ്ത്രീ ആയിട്ടൊന്നും അല്ല ഉള്ളത്. അങ്ങനത്തെ പരിചരിച്ച് കാലം കഴിഞ്ഞുകൊണ്ടെല്ലാം സൗന്ദര്യമെല്ലാം പോയിട്ടുണ്ട്. ഒരുമാതിരി വേഷവിധാനങ്ങളും എല്ലാം പഴഞ്ചനാണ്. ഇതെല്ലാം കാണുമ്പോൾ എന്തെല്ലാം ഒരു സന്തോഷമില്ല. അപ്പോൾ 23 പറയുന്നു, ചഞ്ചല്. അങ്ങനെ ചഞ്ചലപ്പെടേണ്ട പ്രശ്നമൊന്നുമില്ല. ഈ സരസിൽ മുങ്ങിക്കളിച്ചിട്ട് നീ എന്ത് ചെയ്യണം, ഈ സരസിൽ മുങ്ങിക്കുളിച്ചിട്ട് വിമാനത്തിൽ കയറുക. അത് നീ ഈ സരസിൽ പോയി ഒന്ന് മുങ്ങിക്കുളിക്കുക. കാരണം വിമാനത്തിന്റെ പുറത്തെന്താണ്, സരസ് തടാകം എന്ന് പറയുമ്പോൾ ആകാശത്ത് മുഴുവൻ ശൂന്യമായ സ്ഥലമാണല്ലോ. അതാണല്ലോ സാഗരമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ വിമാനത്തിന്റെ പുറത്ത് സാഗരങ്ങളാണ്, അത് സമുദ്രമാണ്. ആ സമുദ്രത്തിൽ പോയി നീ ഒന്ന്, കഥയിൽ പറയുമ്പോൾ അങ്ങനെയെല്ലാം പറയും, സമുദ്രത്തിൽ പോയി മുങ്ങി കുളിച്ചിട്ട് നീ വിമാനത്തിൽ കയറുക. വിഷ്ണു ഭഗവാൻ ഉണ്ടാക്കിയ ഈ തീർത്ഥം നിന്റെ എല്ലാ അഭിലാഷങ്ങളും സാധിപ്പിച്ചു തരുന്നതാണ്. വിഷ്ണു ഭഗവാന്റെ സൃഷ്ടിയാണ് ഇത് അത്രയും. അതിൽ നീ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ അഭിലാഷങ്ങളും, നീ ഒരു മാതിരി ഉഷാറില്ലാതെ നിൽക്കുകയാണ്, അതിലൊന്ന് മുങ്ങിക്കുളിച്ചാൽ മതി, എല്ലാം ശരിയായിക്കോളും പറയുകയാണ്. അവള് അപ്പൊ 24-25 പറയുന്നത്, അവള് ഭർത്താവിന്റെ വാക്കുകൾ സ്വീകരിച്ച് ആ മലിനമായ വസ്ത്രത്തോട്, അവളെല്ലാം വൃത്തികെട്ട മലിനമായ പരിചരിച്ചിട്ടുള്ള വസ്ത്രത്തോടു കൂടിയാണ്. ചെട പിടിച്ച തലമുടി, മുടിയെല്ലാം ഒരുമാതിരി ചെട പിടിച്ച് കിടക്കുകയാണ്. അഴുക്കും ചളിയെല്ലാം പിടിച്ചിട്ട് നിറം മാറ്റം വന്ന സ്ഥലങ്ങളോട് കൂടിയല്ലായിട്ട് അവളെന്ത് ചെയ്ത് ആ സരസ്വതി നദിയിലങ്ങ് മുങ്ങി. അപ്പോൾ ഒരുമാതിരി അടുക്കളയിൽ നിന്ന് കയറി വരുന്ന മാതിരിയുള്ള വേഷത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവർക്കൊരു വല്ലാത്ത ഒരു അവസ്ഥ വരി. അവർ നേരെ വെള്ളത്തിലേക്ക് മുങ്ങി. ഇനി 26 അവൾ സരസിന്റെ അടിയിൽ പല ഗ്രഹങ്ങളും കണ്ടു. അപ്പൊ അടിയിലെത്തിയപ്പോൾ കുറെ ഗ്രഹങ്ങളുണ്ട്, വീടുകൾ. അവിടെ വേറെ എന്ത് കണ്ടു, 1000 കന്യകമാരെയും കണ്ടു. 1000 കന്യകമാരും കുറെ വീടുകളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. 1000 കന്യകമാരും ഉണ്ട് അതിന്റെ അടിത്തട്ടില്. അവരെല്ലാം ചെറുപ്പക്കാരികളുമായിരുന്നു. ഇപ്പൊ 27 പറയാണ്, അവളെ കണ്ട് അവരെല്ലാം കൈകൂപ്പി, ഈ 1000 ചെറുപ്പക്കാരികളും. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഭഗവതിയെ പരിചരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ പരിചരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പരിചരിക്കാൻ 1000 പേരാണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ടിക്ക് പറഞ്ഞാൽ മതി, നമ്മളെ ശാസിക്കുകയും ചെയ്യാം. അപ്പൊ 1000 തോഴികളാണ് അതിൻ്റെ അകത്ത് മുങ്ങിയപ്പോൾ കിട്ടിയത്. അവർ എന്ത് ചെയ്തു, 28-29 വിലമതിക്കാത്ത വസ്തുക്കളാലെല്ലാം അവളെ വസ്തുക്കൾ കൊണ്ട് അവളെ സ്നാനം ചെയ്യിപ്പിച്ചു, കുളിപ്പിച്ച്. പല സുഗന്ധ വസ്തുക്കളെല്ലാം തേച്ചിട്ടായിരിക്കാം. പല വിലമതിക്കാത്ത വസ്തുക്കളെ കൊണ്ട് അവളെ കുളിപ്പിച്ചിട്ട് സ്നാനം ചെയ്യിപ്പിച്ചിട്ട് പുതുവസ്ത്രങ്ങളെല്ലാം അണിയിപ്പിച്ച് നല്ല ഭക്ഷണവും മധുരമായ സാധനങ്ങളെല്ലാം അവർക്ക് ഇഷ്ടംമാതിരി കൊടുത്തു. ഇനി 30 മുതൽ 34 വരെ അവൾ തൻ്റെ പ്രതിരൂപം കണ്ണാടിയിൽ നോക്കി. ഇതെല്ലാം അണിയിച്ചതിന് ശേഷം അവളെ കണ്ണാടിയിലൊന്ന് നോക്കി. അവളെ പ്രതിരൂപം എല്ലാ തരത്തിലും അലങ്കരിക്കപ്പെട്ട് അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് അവൾ കണ്ടത്.
എല്ലാ തരത്തിലും അവളെ അലങ്കരിച്ചിരിക്കുകയാണ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ. അപ്പോൾ എന്നിട്ട് അവൾ എന്ത് ചെയ്തു? പ്രിയതമനെ നിനച്ചു. അപ്പോഴാണ് ഭർത്താവിനെ പറ്റി അവള് മനസ്സിൽ ചിന്തിച്ചത്. അങ്ങനെ നിലച്ച ഉടൻ തന്നെ അവള് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവളും അവളുടെ ഭർത്താവും അടുത്ത് നിൽക്കുന്നതാണ്. അപ്പം തന്നെ നിലച്ചപ്പോൾ തന്നെ അവനും അടുത്തെത്തി, അടുത്ത് നിൽക്കുന്നതാണ് അവള് കണ്ടത്. മാത്രമല്ല എന്തുകൊണ്ട് ആ ദാസിമാരും എല്ലാം കൂടിയിട്ട് അദ്ദേഹം അടുത്ത് നിൽക്കുകയാണ്. ഇതെല്ലാം അവള് കണ്ടപ്പോൾ തൻ്റെ അടുത്ത് തന്നെ ഈ ഭർത്താവും 35 പറയുകയാണ്, ആ ദാസിമാരെല്ലാം ചുറ്റും കൂടി അവക്ക് ചുറ്റും നിൽക്കുമ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവള് 36 മുതൽ 37 വരെ പറയുന്നു. ആ സ്ത്രീകളെല്ലാം ചുറ്റപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിൽ അയാൾ എന്ത് ചെയ്തു? അവളെ ആ വിമാനത്തിൽ കയറ്റി. അപ്പം കുളിച്ചിട്ട് അവൾ ഇതുവരെ ശരീരമെല്ലാം ശോഷിച്ച് ഒരുമാതിരി ഇരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാം അടിച്ചൊരുക്കിയിട്ട് ആ വിമാനത്തിലേക്ക് കയറ്റി. പിന്നെ 38 പറയുകയാണ്, ആ വിമാനത്തിൽ അദ്ദേഹം ആ മുനി സ്വമഹാത്മ്യത്തെ കോട്ടം തട്ടാത്ത വിധം തന്നെ ഒരു തൻ്റെ മഹാത്മ്യത്വത്തിനൊന്നും കോട്ടം വന്നിട്ടൊന്നുമില്ല. ആ മുനി അതേ രൂപത്തിൽ തന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങളും എല്ലാം നക്ഷത്രങ്ങളുടെ എല്ലാം ഇടക്ക് ചന്ദ്രൻ നിൽക്കുന്നത് പോലെ അങ്ങേരെ തിളങ്ങി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ വിമാനത്തിൽ കയറിയ ശേഷം അവിടെ 39 പറയുകയാണ്, ആ വിമാനത്തിൽ വനിതകളെല്ലാം ഉണ്ട്. എന്ത് സേവനം വേണ്ടിയെങ്കിലും തയ്യാറായിക്കൊണ്ട് വനിതകളുണ്ട്. പിന്നെ എന്തുണ്ട്? സിദ്ധ ദേവന്മാരെല്ലാം വാഴ്ത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാമന്റെ കാറ്റ്, ഇളം കാറ്റ് അവരെ തഴുകിക്കൊണ്ട് പോകുന്നുണ്ട്. അഷ്ടദിക്പാലകരുടെ ക്രീഡാസങ്കേതമായ സുമേരു പർവ്വതത്തിൽ, ആ സുമേരു പർവ്വതത്തിലെത്തി ആ വിമാനം. അതിൻ്റെ ഉൾപ്രദേശങ്ങളിൽ അവർ നീണാൽ രമിച്ചു, കുറേ കാലം രമിച്ചു. ഒരിക്കൽ ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഇത്ര ദിവസങ്ങളുടെ കണക്കൊന്നുമല്ല, നീണാൽ രമിച്ചു എന്നാണ് പറയുന്നത്. പല 40 പല പ്രദേശങ്ങളിലൂടെ ആ വിമാനം ആകാശത്തിലൂടെ കറങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ അതിനെപ്പറ്റിയാണ്. പല ദൈവ ഉദ്യാനങ്ങളിലൂടെ കറങ്ങി, സുരസനത്തിലും പുഷ്പഭദ്രത്തിലും നന്ദനത്തിലും ചൈത്രരഥത്തിലും മാനസ സരസിലും അദ്ദേഹം അവളോടൊത്ത് രമിച്ചു. അങ്ങനെ ആ യാത്രയിൽ പല സ്ഥലങ്ങളിൽ ചുറ്റിക്കണ്ടിട്ട് അവർ രമിച്ചു എന്ന് പറയുന്നു. ഇച്ഛാനുസരണം 41 പറയാണ്, ഇച്ഛാനുസരണം സഞ്ചരിക്കുന്ന ആ വിമാനം ലോകങ്ങളെ ചുറ്റി. ഇച്ഛാനുസരണം ആ വിമാനം സഞ്ചരിക്കുക. ആ വിമാനത്തിന്റെ പ്രത്യേകത ഇങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ചാൽ അങ്ങോട്ടേക്ക് അത് പോകും. ഇച്ഛാനുസരണം സഞ്ചരിക്കുന്ന വിമാനം ലോകങ്ങളെ ചുറ്റി നടന്ന് വിമാന സഞ്ചാരികളെ എല്ലാം കടത്തിവെട്ടി എന്നാണ് പറയുന്നത്. ഈ വിമാനം പോകുമ്പോൾ മറ്റുള്ള വിമാനസഞ്ചാരികൾ പോകുന്നുണ്ട്, അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ഇത് പോകുന്നത്. എന്നിട്ട് 42 പറയാണ്, ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് എന്തെല്ലാം നേടിക്കൂടായികയില്ല. ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടുണ്ടായതാണെന്നാണ് പറയുന്നത്. അങ്ങനെ കർദമൻ തൻ്റെ പത്നിക്ക് ഭൂഗോളങ്ങളെയെല്ലാം, ലോകത്തിലുള്ള 7 ലോകങ്ങളുണ്ടല്ലോ, എല്ലാം ചുറ്റിക്കറങ്ങിയ മാതിരിയാണ് ഇവിടെ പറയുന്നത്. അതെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് പത്നിക്ക് കാട്ടിക്കൊടുത്തു. എന്നിട്ട് നേരെ പിന്നെ തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. ഇനി ആ കാലഘട്ടത്തിൽ സംഭവിച്ച പറയുകയാണ്, തൻ്റെ സ്വരൂപത്തെ 9 വിഭജിച്ചിട്ട് 44 പറയുകയാണ്, തൻ്റെ സ്വരൂപത്തെ 9 വിഭജിച്ചിട്ട് രതിക്രീഡയിൽ താല്പര്യമുള്ള അവളെ രമിപ്പിച്ചുകൊണ്ട് സ്വൽപ്പകാലം പോലെ അനേക സംവത്സരങ്ങളെ സസുഖം നയിച്ചു.
അപ്പോഴേ 9 പുത്രിമാർക്ക് ജന്മം കൊടുത്തു അദ്ദേഹത്തിൻ്റെ വീര്യത്താൽ. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് തീരുന്ന മാതിരി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് 45 പറയുകയാണ്, അനന്തരം ആ വിമാനത്തിൽ മികച്ചതും രതിസുഖപ്രദവുമായ കിടപ്പുമെത്തയെ അവലംബിച്ച അവള് സുന്ദരനായ ഭർത്താവോടൊത്ത് കഴിഞ്ഞപ്പോൾ കാലം പോയത് അവള് അറിഞ്ഞില്ല. ഇനി 46. ഇത് 46 പറയുകയാണ്, കാമോപഭോഗത്താല് അത്യാസക്തരായി ആ ഭാര്യ ഭർത്താക്കന്മാർ ഇത്തരം യോഗസിദ്ധിയുടെ വൈഭവത്തോടെ രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 100 വർഷം കഴിഞ്ഞുപോയി. അത് അല്പവർഷം മാതിരി അവർക്ക് അനുഭവപ്പെടും. അപ്പം അങ്ങനെ അവർ 100 വർഷത്തോളം ജീവിച്ചു എന്നാണ് പറയുന്നത്. 47 അപ്പോഴൊക്കെ കർദമൻ എന്ത് ചെയ്തു? തൻ്റെ വീര്യത്തെ 9 വിഭജിച്ചുകൊണ്ട് അവളിൽ നിക്ഷേപിച്ചു. നേരത്തെ അത് പറഞ്ഞു തന്നെയാണ്. 48 പറയാണ്, അനന്തരം ഒരു നാളിൽ അവൾ സ്ത്രീ പ്രജകളെ പ്രസവിച്ചു. അതായത് 9 പുത്രിമാരെ പ്രസവിച്ചു. അവരെല്ലാം സുന്ദരികളും ചെമ്പരത്താമരപ്പൂവിൻ്റെ പോലെ മണമുള്ള, അതിൽ നിന്ന് വരുന്ന മണമുള്ളവരും ആയിരുന്നു. ഇനി 49, 50 അതായത് സുന്ദരികളായ 9 പെൺമക്കളെ പ്രസവിച്ചു. അനന്തരം അവൾ മുനി സന്യസിക്കാൻ പോകുന്നതായി കണ്ട്, അപ്പോൾ അവൻ്റെ കർമ്മം കഴിഞ്ഞു, പിന്നെ മുനി സന്യസിക്കാൻ പോവുകയാണ്. പുറമേ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടിയാണെങ്കിലും അകമേ നൊമ്പരം കൊണ്ടു ഉള്ള ചിത്തത്താൽ തല കുനിച്ചു നിന്നു എന്നാണ് പറയുന്നത്. നമ്രമുഖിയായി എന്ന് പറയുകയാണ്. കാൽനഖങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ഭൂമിയിൽ വരച്ചുകൊണ്ട് കണ്ണിൽ വരുന്ന കണ്ണുനീരിനെ സാവധാനം അടക്കി നിർത്തി. അപ്പം കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ അവൾ പ്രകടിപ്പിച്ചില്ല. അപ്പോൾ 51 അവൾ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അന്ന് പ്രതിജ്ഞ ചെയ്ത എല്ലാം എനിക്കായിട്ട് നൽകി. അന്ന് കല്യാണത്തിന് മുമ്പ് അവളെ ഏൽപ്പിക്കുന്ന സമയത്ത് പ്രതിജ്ഞ ചെയ്ത എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു കൊടുത്തു കർദമൻ. എങ്കിലും ആശ്രിതയായിരിക്കുന്ന എനിക്ക് സുരക്ഷ പ്രദാനം ചെയ്യണം. ഞാനിപ്പോൾ ഒറ്റക്കായി, അപ്പം എനിക്കെന്ത് വേണം? ഒരു സുരക്ഷയുടെ ആവശ്യമുണ്ട്. ഇനി 52 പറയുന്ന, അങ്ങേക്ക് പുത്രിമാർക്കൊത്ത ഭർത്താക്കന്മാരെ തേടി പോകേണ്ടതായിട്ട് വരും. അങ്ങേക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലേ? പുത്രിമാരായാൽ എല്ലാം ഒഴിവാക്കിയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഈ പുത്രിമാർക്കെല്ലാം അനുയോജ്യമായ ഭർത്താക്കന്മാരെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം അങ്ങേക്കുണ്ട്. അങ്ങനെ അങ്ങ് വനത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് അറിവേകി ദുഃഖമകറ്റാൻ ഒരുത്തൻ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരാളെയും കൂടി എനിക്ക് വേണം. ഒരുത്തൻ എന്ന് പറയുമ്പോൾ ഒരു പുത്രനെയും കൂടി അങ്ങേക്ക് അവക്ക് വേണം. എന്തിനു വേണ്ടി? അങ്ങേര് വനത്തിലേക്ക് സന്യാസത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് അറിവ് നൽകി. അതായത് ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ വിഷമമല്ല, ദുഃഖിച്ചിരിക്കുമ്പോൾ ആ ദുഃഖം അകറ്റാനുള്ള അറിവുകൾ. എന്താണത്? ആത്മീയപരമായ അറിവുകൾ. എന്തറിവുകൾ? എല്ലാം ആ ബ്രഹ്മമാണ് ചെയ്യുന്നത്, അതിൽ നമ്മൾ കരുക്കൾ മാത്രമാണ്. ഇങ്ങനെയുള്ള തത്വജ്ഞാനമുണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കാൻ ഇവക്കറിയില്ല. ഇവളൊരു രാജാവിൻ്റെ മോളല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഒരാൾ കൂടെ വേണം. അപ്പോൾ 9 പെൺമക്കളാണുള്ളത്, അതുപോലെ എനിക്ക് ഉപദേശിക്കാൻ പറ്റിയ ഒരു കക്ഷിയും കൂടി വേണം. അവള് പറയുകയാണ്, സ്വാമി, വിഷയാഭിമുഖ്യം മൂലം, അതായത് വിഷയ സുഖങ്ങളിൽ താല്പര്യമായിട്ടാണ് ഇത്ര കാലം ഭർത്താവുമായിട്ട് കഴിഞ്ഞുകൂടിയത്. അതുമൂലം പരമാത്മാവിനെ വിട്ടുകളഞ്ഞു. ഞാൻ ആത്മീയ വശം അല്ലെങ്കിൽ പരമാത്മാവിനെ, ഇങ്ങനെ ഒരു ബ്രഹ്മമുണ്ട്,
ആ ബ്രഹ്മമാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന കാര്യമെല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. എന്നിട്ട് ഈ പിന്നിട്ട് പോയ വർഷം ഇത്രയും കാലം കൊണ്ട് മതി വന്നിരിക്കുന്നു. ഇപ്പോഴെനിക്കിതെല്ലാം മതിയായി. ഇനിയിപ്പോൾ എനിക്കത് വേണം, ആ പരമാത്മാവുമായിട്ടുള്ളൊരു സമ്പർക്കം വേണം. കാരണം ഇങ്ങനെ പോകാൻ പോവുകയല്ലേ. ഇനിയിപ്പം ആ ഒരു ചിന്തയോടുകൂടി വേണം ഇനിയുള്ള കാലം കഴിക്കുവാൻ. എൻ്റെ 54 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിഷയങ്ങളിൽ മുഴുകിയവളും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അവളുടെ വിഷയങ്ങളിൽ താല്പര്യം, ഭൗതിക സുഖങ്ങളിൽ താല്പര്യം വെച്ച് അങ്ങയുടെ ഉത്തമ നിലയെക്കുറിച്ചുള്ള അജ്ഞതയാലും, അങ്ങാണെങ്കിൽ ഉത്തമ നിലയിലാണുള്ളത്, അദ്ദേഹം ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ബ്രഹ്മചിന്തയിലോടുകൂടി തന്നെ പോകുന്നവരാണ്. പക്ഷേ കടമ നിർവഹിക്കുക എന്ന നിലയിൽ ചെയ്തതാണ്. അതേപ്പറ്റി അജ്ഞത ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങയിൽ ആസക്തി വ്യക്തപ്പെട്ടു. അതൊന്നും മനസ്സിലാക്കാതെയാണ് അങ്ങയിൽ ഞാൻ ആസക്തി വെച്ചത്. എന്നാൽ അത് എൻ്റെ സംസാര ഭീതിക്ക്, നിവൃത്തിക്ക് അത് ഉതകുമാറാകട്ടെ എന്ന് പറയുകയാണ്. അതായത് എനിക്കൊരു പുത്രൻ വേണം, അതായത് എന്നെ ഉപദേശിക്കാൻ ഒരാൾ വേണം. ഇതിനു വേണ്ടി ഇനിയുള്ള കാലം, ഇതുവരെ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോവുകയായിരുന്നു, ഇനിയുള്ള കാലം എന്നെ ശരിയായ വഴിയിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരാൾ എനിക്ക് വേണം. അത് അതിന് ഉതകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി 55. അറിവില്ലായ്മയാലെ ആ സജ്ജനങ്ങളിൽ സംഗമിക്കുന്ന സംഗമം. അപ്പൊ അറിവില്ലാത്തത് കൊണ്ടാണ് ഇവള് അത്തരൊരു സംഗമത്തിൽ ഏർപ്പെട്ട് അത് കഴിഞ്ഞ് പിന്തിരിയുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? സംസാരത്തിന് കാരണമായി തീരുന്നു, സംസാര ദുഃഖത്തിന് കാരണമായി തീരും. പക്ഷെ ഇതിന് അത് മാറ്റാൻ എന്ത് വേണ്ടി? സജ്ജനങ്ങളുമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ എന്ത് പറ്റും? ആ സംഗതിക്ക് നിവൃത്തി ഉണ്ടാകും. അതായത് ഇനി ഇതുവരെ ഞാൻ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ അങ്ങയിൽ അത് കണ്ടുകൊണ്ട് പോയി, അതുകൊണ്ട് അത് സംസാര ദുഃഖത്തിലേക്ക് ചെന്നെത്തി. ഇനി ആ സംസാര ദുഃഖം മറികടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സജ്ജനങ്ങളുടെ സമ്പർക്കം വേണം, സംസർഗം വേണം, അല്ലെങ്കിൽ സംഗമം വേണം. ഒരു സജ്ജനങ്ങളുമായിട്ട് ചേരാനുള്ള ഒരു അവസരം വേണം. അപ്പോൾ ഇതിനെ, ഈ സംസാര ദുഃഖം മറികടക്കുന്നതിന് അതൊരു മാർഗമായിട്ട് തീരും. എൻ്റെ 56 ഈ ലോകത്തിൽ ഏതവന്റെ കർമ്മമാണോ ധർമ്മത്തിൽ ഉതകാത്തത്, ധർമ്മത്തിൽ മാർഗത്തിൽ സഞ്ചരിക്കാത്തവന്റെ കർമ്മം, വിരക്തി ഉതകാത്ത കർമ്മം, വിരക്തി ഉണ്ടാക്കാൻ സഹായിക്കാത്ത കർമ്മം, ഭഗവാന്റെ ഭക്തിക്ക് ഉതകാത്ത കർമ്മം, അങ്ങനെ ചെയ്യുന്നവര്, അതായത് എല്ലാവരും കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. അത് ധർമ്മത്തിന് അടിസ്ഥാനമായിട്ടല്ല. ഒരു കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുന്നതും കാമത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി ജനിക്കുന്നതും രണ്ട് തരത്തിലാണ്. അപ്പോൾ ധർമ്മത്തിന് ഉതകാത്ത തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരും വിരക്തി ഉണ്ടാക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്നവരും, എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് വിരക്തി ഉണ്ടാകണം, അതിനോട് അറ്റാച്ച് ചെയ്യരുത്. വിരക്തി ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരും ഭഗവാന്റെ ഭക്തിക്ക് ഉതകാത്തത് ചെയ്യുന്നവരും, ഭഗവാന്റെ ഭക്തിക്ക് ഉതകുന്ന തരത്തിൽ ചെയ്യണം. അതായത് എല്ലാം ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയാണ്. നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്, എന്തോ കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്. ആ ഒരു ചിന്തയോടുകൂടി ചെയ്യാത്തവർക്കും അവർ എത്ര ജീവിച്ചിരുന്നാലും അത് ചത്തതിന് സമാനമാണ് എന്ന് പറയുകയാണ്. ഇനി അതുകൊണ്ട് 57 അതുകൊണ്ട് എന്താണ് പറ്റിയത്? എനിക്ക് ഭഗവാന്റെ മായയാൽ തന്നെ തീർച്ചയായും വഞ്ചിതയായിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ മായാമോഹത്തിൽ അകപ്പെട്ടിട്ട് ജീവിതം എന്തെല്ലോ ആണെന്ന് സഞ്ചരിച്ചിട്ട് അങ്ങ് പോയി. ഇപ്പോൾ അങ്ങേരെ വനവാസത്തിന് പോകുമ്പം എല്ലാം മിഥ്യയാണെന്ന്, ഭഗവാന്റെ മായയാണെന്നുള്ള കാര്യം അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അപ്പൊ അതുവരെ മായയിലകപ്പെട്ടിട്ട്, ഭഗവാന്റെ മായയിലകപ്പെട്ടിട്ട് വഞ്ചിതയായിരിക്കുകയായിരുന്നു ഈ ഞാൻ. നമ്മളെല്ലാം അങ്ങനെ തന്നെയാണ്.
ഭഗവാന്റെ മായയാലാണ് നമ്മൾ എന്തെല്ലോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുമ്പോൾ അവസാനം എല്ലാം പ്രശ്നമായി തീരും. അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആ മായ നമ്മളെ വഞ്ചിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകും. നമ്മളല്ല ചെയ്യുന്നത്, എല്ലാം മായയാണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. നമ്മൾ വഞ്ചിതരായിരിക്കുകയാണ്. എങ്ങനെ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കി ചെയ്യിപ്പിച്ചത് വഴി. പക്ഷേ ഇവൾക്കെന്തുണ്ട്? മുക്തിമാർഗത്തെ കാട്ടിത്തരുന്ന നിത്യരുവടിയെ ലഭിച്ചിട്ടും ഇവൾക്ക് പക്ഷേ കിട്ടിയ ഭർത്താവ് എങ്ങനെയുള്ളതാണ്? എല്ലാ മുക്തിമാർഗങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഉതകുന്നവരാണ്. പക്ഷെ അത് ലഭിച്ചിട്ട് കൂടി എന്തിനു പറ്റി? എനിക്ക് ഈ ബന്ധനത്തിൽ നിന്നും മുക്തമാകാൻ സാധിച്ചില്ല, അതിനുള്ള ആഗ്രഹം ഉണ്ടായില്ല. ഞാൻ ബന്ധനത്തിലകപ്പെട്ടു പോയി. ആ ബന്ധനത്തിൽ നിന്നും മുക്തമായിട്ട് ജീവിതത്തിൻ്റെ ഒരു കർമ്മം മാതിരി കുട്ടികൾ ഉണ്ടാകേണ്ടതാണ്, ആ കർമ്മം ചെയ്യുന്നു, അതിനുശേഷം അങ്ങേരെ വഴിക്ക് പോകുന്നു, ഞാൻ എൻ്റേതായ വഴിയിൽ എല്ലാം ആ ശക്തി തീരുമാനിക്കുക എന്നൊരു തരത്തിലായിരുന്നു കാര്യം പോകേണ്ടത്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവളെങ്ങനെയാണ്? ഇവളങ്ങനെയല്ല. ഭൗതികമായ സുഖത്തിൻ്റെ പിന്നാലെ തന്നെയാണ് അവൾ പോയത്. പെട്ടെന്ന് ഭർത്താവ് പോകുമ്പോഴെല്ലാം തലതിരിഞ്ഞു. ഞാൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് തോന്നി. ഏത്? ആ ഭഗവാന്റെ മായാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് തോന്നി. നല്ലൊരു ഭർത്താവിനെയാണ്, എല്ലാ ജ്ഞാനവും തികഞ്ഞ ഒരു ഭർത്താവിനെയാണ് കിട്ടിയിരുന്നത്. ആ ജ്ഞാനമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ബന്ധത്തിൽ നിന്ന് അന്ന് തന്നെ മുക്തമാകണമായിരുന്നു. പക്ഷേ എനിക്കത് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? ഞാൻ അങ്ങനെ ആഗ്രഹിച്ചില്ല, മുക്തമാകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ പോയി. അപ്പം ഇതിൽ നിന്ന് ഇനിയുള്ള ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടിക്ക് എന്ത് വേണം? അവർക്ക് ഒരു നല്ലൊരു ആളെ സംഗമം വേണം. അതാരായാലും അത് ഇനി അടുത്തതിൽ പറയും. അപ്പോൾ അവരിലൂടെ എന്ത് ചെയ്യാം? ആ മാർഗത്തിലൂടെ ശരിയായ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അതുകൊണ്ടാണ് നമ്മൾ വാർദ്ധക്യത്തിൽ എന്തു പറയുന്നത്? ആദ്യം ബ്രഹ്മചര്യം പഠിക്കുന്ന കാലഘട്ടം, രണ്ടാമത്തത് ഗൃഹസ്ഥാശ്രമം. അപ്പോൾ ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെയെല്ലാം പോയി കർമ്മങ്ങളെല്ലാം ചെയ്യും. പിന്നെ വയസ്സാകുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് വാനപ്രസ്ഥവും സന്യാസവും. പിന്നെയുള്ള കാലത്താണ് മനുഷ്യൻ എന്ത് വഴിയിലൂടെ പോകണം? നമ്മൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം ഒരു മായയിൽ അകപ്പെട്ടതാണെന്നുള്ള ചിന്തയോടുകൂടി ഇനിയുള്ള കാലം മുന്നോട്ടേക്ക് പോകണം. അല്ലാതെ പണ്ടത്തെ അതേപോലെ പോകാൻ ചിന്തിച്ച് നടന്നു കഴിഞ്ഞാൽ എവിടെയും എത്തൂല്ല. അതുകൊണ്ട് ഈ കാലം എത്തുമ്പോൾ എന്ത് വേണം? ഈ മായയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ മായയുടെ അതിൻ്റെ കളിയിൽ അകപ്പെട്ടുകൊണ്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എന്ന നിലയിലൊക്കെ പോയി കഴിഞ്ഞാൽ സുഖമായി പോകാം. അതിനു വേണ്ടിയിട്ടാണ് ഒരു സംഘം വേണ്ട ഒരു നല്ലൊരു വ്യക്തിയുടെ സഹായം വേണമെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ മക്കളിലൂടെ എല്ലാമായിരിക്കാം, ഒരു മകനിലൂടെ എല്ലാമായിരിക്കാം അവർക്ക് കിട്ടാൻ പോകുന്നത്. അതല്ല ഇനി അടുത്തതിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതെല്ലാം അടുത്തതിൽ കാണാം.